ഇതൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. പറഞ്ഞു വരുന്നത് റയൽ മാഡ്രിഡിനെ പറ്റിയാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് അവരുടെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആദ്യത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. എതിരാളികളായിട്ട് വരുന്നത് സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലാണ്. നാളെ ജൂൺ 18-ന് രാത്രി ഇന്ത്യൻ സമയം 12:30-നാണ് ഇവർ തമ്മിലുള്ള ഈ മത്സരം അരങ്ങേറുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡിന് എന്തുകൊണ്ടാണ് ഈ മത്സരം ഇത്രത്തോളം പ്രാധാന്യമാകുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. റയലിന്റെ 2023-24 സീസണൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സീസൺ. അവർ ലാലിഗ കിരീടം നേടുന്നു, ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നു. അങ്ങനെ യൂറോപ്പിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ക്ലബ്ബായിട്ട് മാറിയ ഒരു കാലം. ഈ ഒരു സമയത്താണ് എംബാപ്പെ കൂടി റയലിലേക്ക് വരുന്നത്. ഇനിയും ഉയരങ്ങളിലേക്ക് റയൽ എത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അവർ താഴേക്ക് വീഴുകയാണ്. കഴിഞ്ഞ സീസൺ, അതായത് 2024-25 സീസണിൽ അവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ലാലിഗ കിരീടം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നഷ്ടപ്പെട്ടു. അവരുടെ കോച്ചായിട്ടുള്ള ആഞ്ചലോട്ടിയെ പുറത്താക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് എല്ലാ സീസണിലും കിരീടങ്ങൾ നേടണം, എപ്പോഴും ടോപ്പിൽ നിൽക്കണം എന്നുള്ള ഒരു ക്ലബ്ബാണ് റയൽ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വാശി ക്ലബിനും ആരാധകർക്കും താരങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവർ യൂറോപ്പിലെ നമ്പർ 1 ക്ലബ്ബുകളിൽ ഒന്നായിട്ട് തുടരുന്നത്. അപ്പോൾ നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒക്കെ ഒരു ഡൗൺഫാൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പ് ബാഴ്സലോണയും ആ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയി. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു താഴ്ച, ഒരു സ്ഥിരമായ താഴ്ച അവർക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും താരങ്ങളെ കൊണ്ടുവരുന്നതിലുള്ള മികവൊക്കെയാണ് അവരെ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് അവരുടെ കോച്ചിനെ പുറത്താക്കി. ഇപ്പോൾ സാവി അലോൺസോ റയലിന്റെ കോച്ചായിട്ട് വരികയാണ്. ഇപ്പോൾ പുതിയൊരു കോച്ചിന് കീഴിൽ ടീം എങ്ങനെയായിരിക്കുമെന്ന് അറിയണം. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലേറ്റ നാണക്കേടിനൊക്കെ മധുര പ്രതികാരം വീട്ടുകയും വേണം. ഈ ലക്ഷ്യങ്ങളോടെയാണ് റയൽ മാഡ്രിഡ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് എത്തുന്നത്. പുതിയ താരങ്ങൾ പലരും വന്നിട്ടുണ്ട്. ചില താരങ്ങളൊക്കെ പരിക്കായിട്ട് പുറത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളായിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരാധകരൊക്കെ റയലിന്റെ മത്സരത്തെ ഇത്രത്തോളം കാര്യമായിട്ട് വീക്ഷിക്കുന്നതും. ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ തവണ മുത്തമിട്ട ടീം എന്ന് പറയുന്നത് റയൽ തന്നെയാണ്. 5 തവണയാണ് റയൽ കിരീടം നേടിയത്. പക്ഷേ മുമ്പത്തെ ഒരു ഫോർമാറ്റിലല്ല ഇപ്പൊ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പുതിയൊരു രൂപത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് വരുന്ന സമയത്ത് അതിലും തങ്ങളുടെ കഴിവ് റയലിന് പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ആദ്യ മത്സരത്തിൽ എതിരാളികളായി വരുന്ന അൽ ഹിലാൽ നോക്കുകയാണെങ്കിൽ സൗദിയിൽ നിന്നുള്ള ഒരു ടീമാണ്. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ നമ്മൾ സൗദി ലീഗിനെ പറ്റി വലിയ രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടന്ന്, ഇപ്പൊ സൗദി ലീഗ് മികച്ചൊരു ലീഗായി ഉയരുന്നു എന്നൊക്കെ പറഞ്ഞത് ക്രിസ്ത്യാനോ തന്നെയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്ന ഏക ടീം, സൗദിയിൽ നിന്നുള്ള ഏക ടീമാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. അപ്പൊ അൽ ഹിലാലിന്റെ പ്രകടനം വിലയിരുത്തിയിട്ടായിരിക്കും ഈ പ്രസ്താവനകളൊക്കെ ശരിയാണോ അല്ലയോ എന്ന് ലോകം വിലയിരുത്താൻ പോകുന്നത്. കാരണം ഒരു വലിയൊരു സ്റ്റേജിൽ നടക്കുന്ന എല്ലാ വൻകരകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റിൽ അൽ ഹിലാലിന്റെ പ്രകടനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും നോക്കിക്കാണും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ ടീം റയൽ മാഡ്രിഡുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ പറ്റും. അപ്പോൾ ഫേവറേറ്റുകൾ എന്തായാലും ആ ഗ്രൂപ്പിൽ റയൽ തന്നെയാണെന്നുള്ള കാര്യം പറയേണ്ടി വരും. ഇതിനു മുമ്പ് റയലും അൽ ഹിലാലും നേർക്കുനേർ വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യമാണ്. അത് 2023-ലെ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലും. അന്ന് 5-3ന്റെ ഗോൾ നിലയിലൊക്കെ റയൽ ജയിച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ഒരു റിസൾട്ടൊക്കെ തന്നെയാണ് ആരാധകരിൽ പലരും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മത്സരം ഏറ്റവും ആഗ്രഹത്തോടെ അല്ലെങ്കിൽ വാശിയോട് കൂടി നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് റയൽ മാഡ്രിഡ് ആരാധകരായിട്ടുള്ള റൊണാൾഡോ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോ സൗദിയിലേക്ക് പോയത് മുതൽ അവിടുത്തെ ഏറ്റവും വലിയ ഒരു തലവേദനയായിട്ട് അല്ലെങ്കിൽ ഒരു എതിരാളികളായിട്ട് നിൽക്കുന്ന ടീമാണ് അൽ ഹിലാലും അവരുടെ ഫാൻസ് ഒക്കെ. ഇപ്പൊ റയൽ മാഡ്രിഡിനോടുള്ള സ്നേഹം റൊണാൾഡോ ഫാൻസിന് എപ്പോഴും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ആ ടീമിനോട് റയൽ നേർക്കുനേർ വരുമ്പോൾ അവരെ തോൽപ്പിച്ച് തരിപ്പണാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിരിക്കും ഫാൻസിന്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവുക. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ മത്സരത്തിന്റെ വിധി എന്താവുന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ ഒരു മത്സരത്തെ പറ്റി പറയും. ഈ മത്സരം ഇന്ത്യയിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ടെലിവിഷനിൽ ഒരു ചാനലും സംപ്രേഷണം ചെയ്യുന്നില്ല. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പൊ പല ടൂർണമെന്റുകളും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ടെലിവിഷനിൽ പലതും ടെലികാസ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. ഇപ്പം DAZന്റെ ആപ്പ് വെച്ചിട്ടാണ് പലരും ഇപ്പൊ മത്സരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അത് തന്നെയാണ് ഒരു
കാണാനുള്ളൊരു വഴി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇനി മറ്റു മാർഗങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് മത്സരം കാണാനുള്ള മറ്റു വഴികളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തായാലും ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.